നേതാക്കൾ ഇനി ഡൽഹിക്ക് പറക്കുന്ന കാലമാണ്. ഇടമുറിയാതെ പെയ്യുന്ന രാഷ്ട്രീയ പേമാരിയിൽ കേരളത്തിലെ നേതാക്കൾക്ക് ഡൽഹിയിലെ അഭയം കണ്ടേ മതിയാവൂ. കോൺഗ്രസിനെ സംബന്ധിച്ച് 2026 എന്നത് ഒരു ചെറിയ കാര്യമേ അല്ല. കഴിഞ്ഞ 10 വർഷമായി ഈ പാർട്ടി പ്രതിപക്ഷത്ത് അങ്ങനെ ഇരിക്കുകയാണ്. അവിടെ 2 ടേമിലും മുഖ്യമന്ത്രി പിണറായി വിജയൻ ആയിരുന്നു എങ്കിൽ പോലും കോൺഗ്രസിന് ഈ കാലയളവിൽ രമേശ് ചെന്നിത്തലയും VD സതീശനുമായി 2 പ്രതിപക്ഷ നേതാക്കന്മാരാണ് സഭയിലടക്കം കോൺഗ്രസിനെ നയിക്കാനായി ഉണ്ടായിരുന്നത്. വെള്ളപ്പൊക്കവും നിപയും കൊറോണയും ഒക്കെ കടന്നുപോയതിനു ശേഷം മനുഷ്യർ പുറത്തിറങ്ങിയതിനു ശേഷം നടക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് എന്ന പ്രാധാന്യം കൂടി 2026 നടക്കാൻ പോകുന്ന നിയമസഭയ്ക്കുണ്ട്. അവിടെയാണ് യൂത്ത് കോൺഗ്രസിനെ പോലും ഒന്ന് പൊളിച്ചെഴുതിയത്. ചാണ്ടി ഉമ്മനും അബിൻ വർക്കിയും A ഗ്രൂപ്പും I ഗ്രൂപ്പും മുരളീധരനും പതിഞ്ഞ സ്വരത്തിലാണെങ്കിൽ പോലും VD സതീശനും ഒക്കെ അവരുടെ പുനഃസംഘടനാ അതിർത്തികളെ ജനാധിപത്യ പാർട്ടിയായ കോൺഗ്രസിനുള്ളിൽ തുറന്നു പറയുകയും ചെയ്തതിന്റെ ഒക്കെ അടിസ്ഥാനത്തിലാണ് ഇനി അങ്ങോട്ട് നേതാക്കൾക്ക് ഡൽഹിക്ക് പറക്കേണ്ടി വരുന്നത്. വരുന്ന തെരഞ്ഞെടുപ്പിനായി കനുകോലു തന്ത്രങ്ങളാണ് കോൺഗ്രസ് ഇവിടെ പയറ്റാൻ പോകുന്നത്. അവിടെ വയനാടിന്റെ MP കൂടിയായ പ്രിയങ്ക ചില കടുത്ത തീരുമാനങ്ങളോടെയാണ് കേരളത്തിലേക്ക് വാർ റൂം വരെ തയ്യാറാക്കി വെക്കുന്നത്. അതിനിടയിൽ എല്ലാ മുറുമുറുപ്പുകളെയും കണ്ടില്ല എന്ന് നടിക്കുകയല്ല, പകരം എല്ലാത്തിനും വേണ്ട പരിഹാര മാർഗങ്ങളിലൂടെ മുതിർന്ന നേതാക്കൾ മുതൽ യൂത്ത് നേതാക്കന്മാരെ വരെ സുസജ്ജരാക്കി നിർത്തിക്കൊണ്ടാണ് ഇനി കാര്യങ്ങൾ മുന്നോട്ട് നീക്കുന്നതും. സംസ്ഥാന കോൺഗ്രസിലെ തർക്കം തീർക്കാൻ ഹൈക്കമാൻഡ് ഇടപെടുകയാണ്. പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട് രൂപപ്പെട്ട ഭിന്നത പരിഹരിക്കാൻ നേതാക്കളെ ഡൽഹിയിലേക്ക് വിളിപ്പിക്കുകയും ചെയ്തു. ഇന്ന് രാവിലെ 11 തൊട്ടാണ് യോഗം ചേർന്നിരിക്കുന്നത്. പുനഃസംഘടനയിൽ പരാതി പരിഹരിക്കാതെ നേതൃത്വവുമായി സഹകരിക്കില്ല എന്ന് സതീശൻ ഇവിടെ കൃത്യമായി പറയുകയും ചെയ്തിട്ടുണ്ട്. KPCC സെക്രട്ടറിമാരെയും DCC അധ്യക്ഷന്മാരെയും എത്രയും വേഗം പ്രഖ്യാപിക്കണമെന്നും ഈ തീരുമാനം ഉണ്ടായില്ല എങ്കിൽ KPCCയുടെ പ്രധാന പരിപാടികളിൽ അടക്കം സഹകരിക്കില്ല എന്നും സതീശൻ നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു. പുനഃസംഘടനയിൽ നിന്ന് വിശ്വസ്തരെ വെട്ടിയതിൽ K മുരളീധരനും അതൃപ്തി പറഞ്ഞതാണ്. അതിനൊക്കെ പിന്നാലെയാണ് കാര്യങ്ങൾ വളരെ വേഗത്തിൽ ഡൽഹിയിൽ വെച്ച് തീർപ്പ് കൽപ്പിക്കാൻ വേണ്ടി വിളിച്ചിരിക്കുന്നത്.